അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ നോക്കുന്നത് ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം വാർഷിക പരീക്ഷയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തെല്ലാം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 6 ഫിഖ്ഹുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ അടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് കൂട്ടുകാർക്ക് ലഭ്യമാകും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരം. ഓപ്ഷൻസ്: പെരുന്നാൾ നിസ്കാരം, ഇസ്തിഖാറത്ത്, ലുഹ. ചരിത്രം പെരുന്നാൾ നിസ്കാരം. 2. ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. ഓപ്ഷൻസ്: സഹവിൻ്റെ സുജൂദ്, ശുക്രിൻ്റെ സുജൂദ്, തിലാവത്തിൻ്റെ സുജൂദ്. ചരിത്രം ശുക്രിൻ്റെ സുജൂദ്. 3. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ. ഓപ്ഷൻസ്: കറാഹത്ത്, ഹറാം, ജായിസ്. ചരിത്രം കറാഹത്ത്. 4. സുബ്ഹാനൽ മലിക്കിൽ ഖുദ്ദൂസ് എന്ന് 3 തവണ പറയണം. ഓപ്ഷൻസ്: തഹജ്ജുദിന് ശേഷം, തറാവീഹിന് ശേഷം, വിത്രിന് ശേഷം. ചരിത്രം വിത്രിന് ശേഷം. 5. നിസ്കാരത്തിൻ്റെ പുറത്ത് തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ഫർളുകൾ. ഓപ്ഷൻസ്: 3, 2, 4. ചരിത്രം 4. 6. നിസ്കാരം നിർബന്ധമായത് നുബൂവത്തിൻ്റെ. ഓപ്ഷൻസ്: 10-ാം വർഷം, 11-ാം വർഷം, 13-ാം വർഷം. ചരിത്രം 10-ാം വർഷം. അടുത്ത പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 7. ഗ്രഹണ നിസ്കാരം. 8. വിത്ർ നിസ്കാരത്തിൽ പരിപൂർണമായ രൂപം. 9. മോക്കതായ റവാത്തിബ് സുന്നത്തുകൾ. 10. ലുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. 11. തറാവീഹ് നിസ്കാരം. ഇപ്പുറത്ത് നോക്കൂ. എ 10 റക്അത്ത്, ബി 8 റക്അത്ത്, സി 2 റക്അത്ത്, ഡി 20 റക്അത്ത്, ഇ 11 റക്അത്ത്. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. ഗ്രഹണ നിസ്കാരം. ചരിത്രം സി 2 റക്അത്ത്. 8. വിത്ർ നിസ്കാരത്തിൽ പരിപൂർണമായ രൂപം. ചരിത്രം ഇ 11 റക്അത്ത്. 9. മോക്കതായ റവാത്തിബ് സുന്നത്തുകൾ. ചരിത്രം എ 10 റക്അത്ത്. 10. ലുഹായിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. ചരിത്രം ബി 8 റക്അത്ത്. 11. തറാവിഹ് നിസ്കാരം. ചരിത്രം ഡി 20 റക്അത്ത്. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 12. അസാനിന് നിയമിക്കപ്പെടുന്നവൻ ഡാഷ് അറിയുന്നവനാവണം. അവരിൽ പൂരിപ്പിക്കേണ്ടത് സമയം. അസാനിന് നിയമിക്കപ്പെടുന്നവൻ സമയം അറിയുന്നവനാവണം. 13. സുബ്ഹ് ഡാഷ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഫദ്റു സ്വാദിഖ്. സുബ്ഹ് ഫദ്റു സ്വാദിഖ് വെളിവായത് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയാണ്. 14. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് വരെ ഡാഷ് അവസാന 10കളിൽ ഇഅ്തികാഫ് ചെയ്തിരുന്നു. അവരിൽ പൂരിപ്പിക്കേണ്ടത് റമളാനിലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്ത് വരെ റമളാനിലെ അവസാന 10കളിൽ ഇഅ്തികാഫ് ചെയ്തിരുന്നു. 15. അത്താഴ സമയമാണ് ഡാഷ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. അവരിൽ പൂരിപ്പിക്കേണ്ടത് തഹജ്ജുദ്. അത്താഴ സമയമാണ് തഹജ്ജുദ് നിസ്കാരത്തിന് ഏറ്റവും ഉത്തമം. 16. സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ഡാഷ് വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. അവരിൽ പൂരിപ്പിക്കേണ്ടത് ളുഹർ. സൂര്യൻ ഉദിച്ച് പൊങ്ങിയത് മുതൽ ളുഹർ വരെയാണ് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം. 17. സജദ വജ്ഹി ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ ഡാഷ് ബിഹൗലിഹി വഖുവ്വതിഹി. അവരിൽ പൂരിപ്പിക്കേണ്ടത് സമഅഹു വബസറഹു. സജദ വജ്ഹി ലില്ലദി ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി. അടുത്ത പ്രവർത്തനം, ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 18. ഒരു റക്അത്തിൽ 2 റുക്കൂഉള്ള നിസ്കാരമേത്? ഉത്തരം ഗ്രഹണ നിസ്കാരം. 19. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലമേത്? ഉത്തരം മസ്ജിദുകൾ. 20. അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിക്കുന്നതിൻ്റെ വിധി. ഉത്തരം നിർബന്ധം. 21. മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരത്തിന് ലഭിക്കുന്ന പ്രതിഫലം. ഉത്തരം 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം. 22. നിസ്കാരത്തിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ഷൈത്വാൻ.
ഉത്തരം ഖിൻസിബ്. 23. അങ്ങ് മറന്നതാണോ അല്ലെങ്കിൽ നിസ്കാരം ചുരുക്കപ്പെട്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത് ചോദിച്ച സ്വഹാബി. ഉത്തരം ദുൽ യദൈൻ റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണെന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി. ഉത്തരം അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. 25. നിസ്കാരത്തിലല്ലാതെ അസാനും ഇഖാമത്തും സുന്നത്തുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം? ഉത്തരം പ്രസവിച്ച കുഞ്ഞിൻ്റെ ഇരു ചെവികളിലും യാത്രക്കാരൻ്റെ പിറകിലും. 26. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. ആർക്ക്? ഉത്തരം മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക്. 27. ശുക്രിൻ്റെ സുജൂദ് സുന്നത്തുള്ള 2 സന്ദർഭങ്ങൾ എഴുതുക. ഉത്തരം അപ്രതീക്ഷിതമായ അനുഗ്രഹമുണ്ടാകുമ്പോൾ, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ. 28. മൗമൂം അബാദ് സുന്നത്ത് മറന്ന് ഒഴിവാക്കിയാൽ എന്ത് ചെയ്യണം? ഉത്തരം ഇമാമിനോട് ചേരാൻ അതിലേക്ക് തിരിച്ചു പോകൽ നിർബന്ധമാണ്. 29. ളുഹാ നിസ്കാരത്തിൻ്റെ സമയമേത്? ഉത്തരം സൂര്യോദയം കഴിഞ്ഞ് ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ ഉച്ചയാകുന്നതുവരെ. 30. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം നിരോധിച്ച സ്ഥലങ്ങളിൽ 4 എഴുതുക. ഉത്തരം മാലിന്യം ഒഴിവാക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 31. നിസ്കാരം. അപ്പം നോക്കൂ, നിസ്കാരം അല്ലാഹു തആലയുമായുള്ള മുനാജാത്താണ്. അല്ലാഹു തആലയ്ക്ക് മുമ്പിൽ തൻ്റെ വിനയവും അടിമത്വവും ബോധിപ്പിക്കുന്ന ഇബാദത്താണ്. അത് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നു, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് തടഞ്ഞു നിർത്തുന്നു. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 5 വക്ത് നിസ്കാരങ്ങൾ അല്ലാഹു തആല അടിമകൾക്ക് നിർബന്ധമാക്കി. അവ പൂർണ്ണമായ രീതിയിൽ നിർവഹിക്കുന്നവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് അല്ലാഹു തആല ഖറാർ ചെയ്തിട്ടുണ്ട്. നുബുവത്തിൻ്റെ 10ാം വർഷം റജബ് 27 ഇസ്രാ മിറാജിൻ്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. മുസ്ലിമും മുക്കല്ലഫും ഹൈല നിഫാസിൽ നിന്ന് ശുദ്ധിയുള്ളവരുമായ എല്ലാവർക്കും നിസ്കാരം നിർബന്ധമാണ്. 32. മസ്ജിദിൻ്റെ മഹത്വം. അപ്പം നോക്കൂ, മസ്ജിദുകൾ അല്ലാഹു തആലയുടെ ഭവനങ്ങളാണ്. അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും മഹത്വമുള്ള സ്ഥലങ്ങളാണവ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നാടുകളിൽ അല്ലാഹു തആലയുടെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായത് മസ്ജിദുകളാണ്, ഏറ്റവും മോശമായത് അങ്ങാടികളുമാണ്. മദീനയിലെത്തിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചെയ്ത കാര്യം മസ്ജിദ് ഖുബായുടെ നിർമ്മാണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും മസ്ജിദ് നിർമ്മിച്ചാൽ അതുപോലുള്ള ഒരു ഭവനം സ്വർഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി നിർമ്മിക്കും. മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മറ്റ് മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിലെ ഒരു നിസ്കാരം. മസ്ജിദുൽ ഹറാം അല്ലാത്ത മറ്റ് മസ്ജിദുകളിൽ 1000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ നബവിയിലെ ഒരു നിസ്കാരം. മറ്റ് മസ്ജിദുകളിൽ 500 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ബൈത്തുൽ മുഖദ്ദസിലെ മസ്ജിദുൽ അഖ്സയിലെ ഒരു നിസ്കാരം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്പെട്ടില്ലേ? ഇൻഷാ അല്ലാഹ് അടുത്തൊരു സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.